അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് എല്ലാത്തിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ പലതിനോടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു പ്രയോഗം ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നാവാം, മറ്റു ചില സന്ദർഭങ്ങളിൽ എത്തീസ്റ്റുകളിൽ നിന്നാവാം, വേറെ ചില സമയങ്ങളിൽ ലിബറലിസ്റ്റുകളിൽ നിന്നാവാം, മറ്റു ചിലപ്പോൾ ഫാഷിസ്റ്റുകളിൽ നിന്നാവാം. ഇങ്ങനെ പല കോണുകളിൽ നിന്നും നാം നിരന്തരമായി ഈ ഒരു പ്രയോഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം ഈ ചർച്ചകൾ പലപ്പോഴായി പൊടിപൊടിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നടത്തിയ അതിൻ്റെ പ്രഥമ അമീർ സയ്യിദ് അബുൽ അല മൗദൂദി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമായി മാറുന്നത്? ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴെങ്കിലും കൗതുകമുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതിനുത്തരം കണ്ടെത്തുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് മൗദൂദിയിൽ നിന്ന് ആരംഭിക്കാം എന്നാണ് തോന്നുന്നത്. സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജനനം 1903 അഥവാ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ പഠനം ഉൾപ്പെടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്കും പഠന രംഗത്തേക്കും ഗവേഷണ രംഗത്തേക്കുമെല്ലാം അദ്ദേഹം കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പത്രപ്രവർത്തനങ്ങളിലൂടെയാണ്. 1918 അദ്ദേഹം ബിജ്നൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന മദീന എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ പത്രപ്രവർത്തകനായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1920 അഥവാ അദ്ദേഹത്തിൻ്റെ 17 വയസ്സുള്ള സമയത്താണ് താജ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപരായി അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഒരു പത്രസ്ഥാപനത്തിൻ്റെ പത്രാധിപ ചുമതല 18 വയസ്സുള്ള ഒരു പയ്യൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ ഗവേഷണപരമായ കഴിവും ആ വ്യക്തിത്വത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള അറിവിൻ്റെ അകക്കാമ്പുമെല്ലാം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പിന്നീട് അദ്ദേഹം മറ്റു പല പത്രസ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. 1925 ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന വിഭജനാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ മുസ്ലിം സംഘടനയാണ് ജമിയത്തുൽ ഉലമായെ ഹിന്ദ്. ആ ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽ ജംഇയ്യ എന്ന് പറയുന്ന പത്രസ്ഥാപനത്തിൻ്റെ പത്രാധിപ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുന്നത് 1925 അഥവാ അദ്ദേഹത്തിന് 22 വയസ്സ് മാത്രം പ്രായമുള്ള സന്ദർഭത്തിലാണ്. ഒരുപാട് തലയെടുപ്പുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപ ചുമതല വെറും 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ആ രംഗത്ത് എത്രമാത്രം കഴിവുള്ള വ്യക്തിത്വമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അൽ ജമിയ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ പ്രസിദ്ധീകരിച്ചിരുന്ന ഹംദർദ് എന്ന് പറയുന്ന പത്രപ്രസിദ്ധീകരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്.
പക്ഷേ അദ്ദേഹം അത് വളരെ ആദരപൂർവ്വം അത് നിരസിക്കുകയാണ്. കാരണം അൽ ജമിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊന്ന് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ട്. ഞാൻ പറയുന്നത്, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വൈജ്ഞാനികമായ, ഗവേഷണപരമായ, അതേപോലെ തന്നെ പ്രസിദ്ധീകരണ രംഗത്തൊക്കെ വലിയ തോതിലുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത്രയും പറയുമ്പോൾ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നോ എന്ന് ചിലപ്പോഴെങ്കിലും നാം സംശയിച്ചു പോകും. ചിലരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ആരോപിക്കാറുമുണ്ട്. മൗദൂദി എന്ന് പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ്. ഒരു പത്രപ്രവർത്തകനായ വ്യക്തി തുടങ്ങിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെയുള്ള ആരോപണങ്ങളും വിമർശനാത്മകമായി പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം കേവലം ഒരു പത്രപ്രവർത്തകനല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ കഴിവ് എത്രത്തോളം മികച്ചതായിരുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് അൽ ജിഹാദു ഫിൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം 1927 അൽ ജമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കെ അതിൽ അദ്ദേഹം ഖണ്ഡശ എഴുതിയ ലേഖനങ്ങളാണ് പിന്നീട് അൽ ജിഹാദു ഫിൽ ഇസ്ലാം എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നത് 1927 അദ്ദേഹത്തിന് 24 വയസ്സുള്ള സന്ദർഭത്തിലാണ്. അതിനും ഒരു പശ്ചാത്തലമുണ്ട്. സെയ്ദ് മൗദൂദിയെ ഭീകരവാദത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാരോപിക്കുന്ന ആളുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. അത് മറ്റു സന്ദർഭങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് കൂടിയായ സെയ്ദ് മൗദൂദിയെക്കുറിച്ച് ഭീകരവാദത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, അദ്ദേഹമാണ് സകല തീവ്രവാദികൾക്കും പ്രചോദനമായ രചനകൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചുകൊണ്ടാണ് ലോകത്ത് ഭീകരവാദികളും ഭീകരവാദ പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് എന്ന സ്വഭാവത്തിൽ നിരന്തരമായ ആരോപണങ്ങൾ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് പറയുമ്പോഴാണ് അൽ ജിഹാദു ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ആ പുസ്തകം അദ്ദേഹം എഴുതുന്ന പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹിയിൽ സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന വ്യക്തി, ശുദ്ധി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഘർവാപ്പസി പ്രസ്ഥാനം കൂടിയായിരുന്നു അത്. അഥവാ ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കും ക്രിസ്തു മതത്തിലേക്കുമൊക്കെ മതം മാറിയ ആളുകളെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ശുദ്ധി പ്രസ്ഥാനം. അതിന് നേതൃത്വം നൽകിയിരുന്നത് സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം വലിയ ഒരു ഇസ്ലാമോഫോബിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണം അദ്ദേഹം എഴുതിയ കുപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. റംഗീല റസൂൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന, യുദ്ധക്കൊതിയനും സ്ത്രീലംഘടനുമൊക്കെയായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും വളരെ മോശമായ ഒരു ചിത്രം വരച്ച് കാണിക്കുന്ന പുസ്തകമായിരുന്നു ആ പുസ്തകം. ആ പുസ്തകം ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന് നിരോധിക്കപ്പെട്ട പുസ്തകം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ വിഷം നിറഞ്ഞ കണ്ടൻ്റായിരുന്നു അത് എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഏതായാലും സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന വ്യക്തിയെ ഡൽഹിയിൽ ഒരു ചെറുപ്പക്കാരൻ തലയറുത്തു കൊന്നുകളഞ്ഞു. അത് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കൊലപാതകം കൂടിയാണ്. ആ കൊലപാതകം ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിം സമൂഹത്തെക്കുറിച്ചും വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിക്കാൻ കാരണമായ ഒരു കൊലപാതകം കൂടിയായിരുന്നു. ആ സന്ദർഭത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹം അന്ന് ഡൽഹി ജുമാ മസ്ജിദിൽ ഖത്തീബ് കൂടിയാണ്. അദ്ദേഹം ഒരു ജുമാ ഖുത്ബയിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ ജിഹാദ് ഇന്ന് വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ചിലർക്കെങ്കിലും പിടികൂടിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ജിഹാദ്? എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജിഹാദിൻ്റെ ആത്മാവ്? യഥാർത്ഥത്തിൽ ഒരാൾ എങ്ങനെയാണ് ജിഹാദ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുകയും ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഈ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ജുമാ ഖുത്ബയിൽ ചോദിക്കുന്നത്. ഇസ്ലാമിൻ്റെ ജിഹാദ് വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ് എന്നതിനെക്കുറിച്ച് ഈ ലോകത്തുള്ള, ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് അതിന് കഴിയുക എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം
കേൾക്കുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരനാണ് അന്ന് സയ്യിദ് അബുൽ അല മൗദൂദി. അദ്ദേഹം അന്ന് ആ ജുമാ ഖുതുബ കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അന്ന് ജുമാക്ക് അദ്ദേഹം പള്ളിയിലുണ്ട്. ആ ഖുതുബ ശ്രവിച്ച അദ്ദേഹം അതൊരു സ്വയം ഒരു ദൗത്യമായി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്കത് സാധിക്കില്ല, എന്തുകൊണ്ട് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുമല്ലോ എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം അങ്ങനെ ഒരു രചന ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ജിഹാദ് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായി ലോകത്ത് പല മതങ്ങളും അതേപോലെ തന്നെ കൂട്ടായ്മകളും എങ്ങനെയാണ് യുദ്ധത്തെ കണ്ടിട്ടുള്ളത്, ഇസ്ലാം യുദ്ധത്തെ കാണുന്നത് എങ്ങനെയാണ്, എന്താണ് യഥാർത്ഥത്തിൽ ജിഹാദ്, ഇസ്ലാം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരിലൂടെ പ്രായോഗികമായി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃക നമ്മെ കാണിച്ചു തന്ന് അവതരിപ്പിക്കപ്പെട്ട ആ ജിഹാദ് എന്താണ് എന്ന് അദ്ദേഹം വളരെ മനോഹരമായി, അതിനേക്കാൾ ഉപരി പ്രാമാണികമായി, യുക്തിഭദ്രമായി വിശദീകരിച്ചുകൊണ്ടാണ് ആ പുസ്തകം അദ്ദേഹം എഴുതുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ എത്രമാത്രം ഗൗരവമർഹിക്കുന്നത്, എത്രമാത്രം വിശദമായ റഫറൻസുകളാണ് എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം എഴുതിയ ആ പുസ്തകം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇസ്ലാമിൻ്റെ ജിഹാദ് എന്താണ് എന്നതിനെക്കുറിച്ച് ലോകം മനസ്സിലാക്കുന്നത് ഇന്ന് ഒരുപക്ഷെ ആ പുസ്തകത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അത് കേവലം അതിശയോക്തിയുള്ള ഒരാലങ്കാരിക പ്രയോഗമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത്രമാത്രം കനമുള്ള, അത്രമാത്രം പ്രാമാണികമായ, അത്രമാത്രം ഗൗരവത്തിൽ എഴുതപ്പെട്ട പുസ്തകം അത് അദ്ദേഹത്തിൻ്റെ 24 വയസ്സുള്ള സമയത്താണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ശേഷി, അത് എല്ലാ കാര്യങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി, അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയാണ്. 20 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരേ സമയത്ത് അറബിയിലും ഇംഗ്ലീഷിലും പേർഷ്യയിലും അതേപോലെ തന്നെ ഉറുദു ഭാഷയിലും മനോഹരമായി സംസാരിക്കാനും എഴുതാനും വായിക്കാനുമൊക്കെ കഴിയുന്ന ഒരു വിൽപ്പത്തി ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം നേടിയെടുത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വായനാലോകം വളരെ വിശാലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരേ സമയത്ത് ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ഒരു മുഫസ്സിറാണ്. തഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഇസ്ലാമിക് വിശുദ്ധ ഖുർആൻ എന്താണെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രസിദ്ധമായ തഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു മുഹദ്ദിസ് കൂടി, അല്ലെങ്കിൽ ഹദീസ് പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. ഹദീസിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, ഹദീസിനെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ പുസ്തകങ്ങൾ, ഹദീസ് നിഷേധികൾ ഉന്നയിച്ച ഇസ്ലാം വിരുദ്ധമായ കാഴ്ചപ്പാടുകളെ അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങൾ, ഹദീസ് നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ, തഫീമാത്തെ ഹദീസ്, അഹാദീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സമാഹാരം, ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ വ്യുൽപ്പത്തി എത്രമാത്രമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അതോടൊപ്പം അദ്ദേഹം നല്ലൊരു ഫഖീഹ് കൂടിയാണ്. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയിൽ വരുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു ചരിത്രകാരനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ഉൾപ്പെടെ, ചരിത്രം ഉൾപ്പെടെ ധാരാളം ചരിത്രങ്ങൾ അതിൻ്റെ ആധികാരികതയിൽ എഴുതിയ ഒരു ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു രാഷ്ട്രമീമാംസകനാണ്. അങ്ങനെ പല രംഗത്തും തൻ്റെ രചനാപാടവം തെളിയിച്ചുകൊണ്ട് വൈജ്ഞാനിക ലോകത്തിന് വലിയ വൈജ്ഞാനിക സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മുസ്ലിം ലോകത്ത് അദ്ദേഹത്തിനുള്ള അംഗീകാരം 2 ഉദാഹരണങ്ങളിൽ മാത്രം നമുക്ക് പറയാൻ വേണമെങ്കിൽ, ഒന്ന് സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഫൈസൽ അവാർഡ് എന്ന് പറയുന്ന, ഫൈസൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക സേവനത്തിന് ലോകത്ത് തന്നെ നൽകപ്പെടുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഫൈസൽ അവാർഡ്. ആ ഫൈസൽ അവാർഡ് 1979 അഥവാ സയ്യിദ് അബുൽ അല മൗദൂദി മരണപ്പെടുന്ന ആ വർഷത്തിൽ ആദ്യമായി ഫൈസൽ അവാർഡ്, പ്രഥമ ഫൈസൽ അവാർഡിൻ്റെ അർഹനാവുന്നത് സയ്യിദ് അബുൽ അല മൗദൂദിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമുക്കറിയാം, ഹറമിൻ്റെ ചരിത്രത്തിൽ, മക്കയുടെ ചരിത്രത്തിൽ അദൃശ്യമായ ഒരു മയ്യത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി എന്ന് പറയുന്ന നേഗസ് ചക്രവർത്തി അഥവാ അബിസീനിയയിലെ, ഇന്നത്തെ എത്യോപ്യയിലെ അന്നത്തെ ഭരണാധികാരി നജ്ജാശി മരണപ്പെട്ടപ്പോൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹറമിൽ പൊതുവെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാറില്ല.
പക്ഷേ സെയ്ദ് അബുൽ അല മൗദൂദി മരണപ്പെട്ടപ്പോൾ ഹറമിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഹറമിലെ ആ മറഞ്ഞ മയ്യത്ത് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ മുസ്ലിം ലോകത്ത് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന ആദരവും സ്ഥാനവുമൊക്കെ എത്രമാത്രമായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ മൗദൂദിയെക്കുറിച്ചാണ് ഇന്ന് സമൂഹത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും പല സ്വഭാവത്തിലും പലരും ഉന്നയിക്കപ്പെടാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം രൂപീകരിക്കുന്ന പശ്ചാത്തലം എന്ത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതും നമ്മുടെ മുമ്പിൽ മറ്റൊരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.